ശ്രീ ഐ.പി. ബിനു, അതെ അതെ. ഒരു താങ്കളെ കുറിച്ച് ഈ സ്റ്റേഷനിൽ ഊഞ്ഞാലാടി എന്നൊക്കെയുള്ള ഒരു വാർത്ത പോകുന്നുണ്ട്. എന്താണ് അത് അവിടെ സംഭവിച്ചത്? എന്താണ് അതിന്റെ ഒരു നിജസ്ഥിതി? മാധ്യമങ്ങൾ വലിയ തോതിൽ അതൊരു സംഭവമാക്കി അവതരിപ്പിക്കുന്നുണ്ടല്ലോ. എന്താണെന്ന് അവിടെ മ്യൂസിക് സ്റ്റേഷനിൽ സംഭവിച്ചത്? അല്ല, അതിൽ നമ്മള് ശനിയാഴ്ച 10 മണി തൊട്ട് 11 മണി സമയത്താണ് നമുക്ക് ഒപ്പിടേണ്ടത്. നമ്മൾ ഉം. കൃത്യമായിട്ട് കോടതി പറഞ്ഞ് കൃത്യമായിട്ട് അവിടെ ഒപ്പിടാൻ വേണ്ടി നമ്മളെല്ലാവരും പോകുന്നുണ്ട്. ഇന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു ഓണ വൈബ് ആയിരുന്നു. അവിടെ അത്തപ്പൂക്കളം ഉണ്ടായിരുന്നു, ഊഞ്ഞാലുണ്ടായിരുന്നു. ഉം. അപ്പൊ സ്വാഭാവികമായിട്ടും മലയാളിയുടെ മനസ്സിനകത്തുണ്ടല്ലോ, അത് കൊച്ചുകുട്ടിയായാലും വലിയ ആളായാലും നമ്മൾ ഒരുമിച്ച് കുറച്ച് ആളുകൾ സുഹൃത്തുക്കൾ കൂടുമ്പോൾ ഊഞ്ഞാലാടണമെന്ന് തോന്നും. അത്തപ്പൂവിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന് തോന്നും. ഉം. അതിനപ്പുറത്തേക്ക് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുകയോ ഒന്നും ഇത് ചെയ്തിട്ടില്ല. അത് പോലീസ് സ്റ്റേഷന്റെ പുറത്താണ്, പൊതു സ്ഥലത്താണ്. ഉം. ഉം. ഇപ്പൊ സ്റ്റേഷനെല്ലാം ജനകീയ സ്റ്റേഷനിലാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ഉം. സർക്കാരിനെ സംബന്ധിച്ച് ജനകീയ പോലീസ് സ്റ്റേഷനിലാണല്ലോ ഇപ്പോഴും. ഉം. ഉം. അതുപോലെ നമ്മൾ രാഷ്ട്രീയ കേസിൽ സമരമുഖങ്ങളിൽ നിൽക്കുമ്പോൾ അത് രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി തന്നെ അവർ സമരമുഖങ്ങളിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികം കേസ് വരും. ഉം. പക്ഷെ നമ്മൾ ക്രിമിനൽസ് ഒന്നുമല്ലോ. ക്രിമിനൽ കേസിലെ പ്രതികളോ അങ്ങനെയുള്ള സമരമുഖത്തുള്ള ഉം. ഭാഗമായിട്ടുള്ള ഉം. കേസുകളാണ് വരുന്നത്. ഉം. പക്ഷെ നമ്മളത് പ്രത്യേകിച്ച് വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല. ഒരു ഓണത്തിന്റെ ഒരു വൈബ് ഉം. എന്നുള്ളതിൽ മാത്രമാണ് നമ്മൾ ആ മനസ്സിനകത്ത് ഇത് കണ്ടത്. അല്ല വേറെ ദുരുദ്ദേശമോ വേറെ ഒന്നും മനസ്സിനകത്ത് ചിന്തിച്ചു പോലും ഉം. ഇല്ല. ഇത് പക്ഷെ നമ്മൾ അവിടെ ഇതെടുക്കുമ്പോൾ പോലീസുകാരും ഇത് അറിയണമില്ല. പോലീസ് സ്റ്റേഷനിലാണല്ലോ, എല്ലാവരും പോലീസുകാരിനകത്തായിരുന്നു. ഉം. നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്നാണ് ഈ വന്നു നിന്ന സമയത്ത് ഉം. ഉം. ഫോട്ടോയും വീഡിയോ എടുത്തത്. അല്ലാതെ വേറെ ഈ പ്രത്യേകിച്ച് വേറെ ഈ ഈ ഇല്ല. അവര് പോലീസുകാര് ധരിച്ചിരുന്ന അതേ വേഷത്തിൽ അല്ലെങ്കിൽ അതേ ഡ്രസ്സ് ധരിച്ചാണ് എത്തിയത് എന്നുകൂടി അവർ അതിന്റെ ഇടയിൽ പറയുന്നുണ്ടല്ലോ. അതെന്താണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? അങ്ങനെയില്ല. അതിനകത്ത് പ്രധാന വിഷയം നമ്മൾ രണ്ടു സാഹകൾ മെനിയാൻ തന്നെ കാണാൻ വന്നിരുന്നു. ഉം. അവരപ്പോ ആലപ്പുഴയുള്ള സാഹകളാണ്. അവരപ്പോ ഒരു ഷർട്ട് കൊണ്ടുവന്നു, ഓണക്കൊടി എന്നുള്ള എന്നുള്ളതിൽ ഒരു അപ്പൊ ഞാനിന്ന് ആ ഷർട്ടാണ് എടുത്തിട്ട് ഉം. ഓണക്കൊടി എന്നുള്ള ഓണം രാവിലെ എടുത്തപ്പോൾ ആ പുതിയ ഷർട്ട് ഇടാന്നുള്ളതിലാണ് ഇട്ടുപോയത്. പക്ഷെ ഉം. അവിടെ ഇന്ന് ഓണാഘോഷത്തിന് പോലീസുകാർ ആ ഡ്രസ്സാണ് എന്നുള്ള ഒരു കളറിന്റെ ഇത് പറയാൻ പറ്റില്ല. നമ്മൾ സ്വാഭാവികമായിട്ട് അത് അവിടെ ചെല്ലുമ്പോഴാണ് ഇത് കാണുന്നത്. പക്ഷെ നമ്മൾ അതിന്റെ ഇടയിൽ പോയി നമ്മൾ അങ്ങനത്തെ ഒരു ഇത് വന്നതുമില്ല മനസ്സിലായി. ഡ്രസ്സിൽ അങ്ങനെ ഒരു ഇപ്പൊ ഇന്ന ഡ്രസ്സ് ധരിക്കാവുള്ളൂ എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഞ്ഞാലാടാൻ പാടില്ല, ഡ്രസ്സ് ചെയ്യാൻ പാടില്ല, സമരമുഖങ്ങളിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഊഞ്ഞാലാടാൻ മറ്റേ കേസിൽ സമരമുഖത്തിന്റെ ഭാഗമായിട്ടുള്ള കേസ് വന്നു കഴിഞ്ഞാൽ ആ ആളുകൾ ഊഞ്ഞാലാടിക്കൂടാ, ചെണ്ട കൊട്ടിക്കൂടെ. ഞാനൊരു കലാകാരനും കൂടെയാണ്. ചെണ്ട കൊട്ട് 1 വർഷമായുള്ളൂ എന്റെ അരങ്ങേറ്റം കഴിഞ്ഞിട്ട്. ഉം. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് സാഹകൾ പറഞ്ഞ അവിടെ അവരും ചെണ്ട കൊട്ടം കണ്ടിട്ടില്ല. ഉം. അപ്പൊ ഞാനത് പതുക്കെയാണ് പോലീസുകാരും കേൾക്കണ്ടെന്ന് വെച്ച് ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ മതി, അത് ശരിയല്ല എന്നുള്ളത് ഞാനങ്ങനെ ചെണ്ട ജസ്റ്റ് ഒന്ന് കൊട്ടി ഉം. ഊഞ്ഞാലോടി, അത്രേ ഉള്ളൂ. ഒരു ഓണത്തിന്റെ വൈബ് അതേ മനസ്സിൽ കരുതിയിട്ടുള്ളൂ. അല്ല വേറെ ഒന്നും ഇത് നമ്മളില് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പോയി ഒരു റീൽസ് എടുത്തതല്ല. ഇത് കണ്ടപ്പോ അവിടെ ഒരു റീൽസ് ആയിട്ട് അത്രേ ഉള്ളൂ. എടുത്തു. അല്ലല്ല, അത്രേ ഉള്ളൂ. അത് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ വേറെ എവിടെയെങ്കിലും നമ്മൾ അവിടെ ചെന്നപ്പോ ആ ഓണത്തിന്റെ വൈബ് കണ്ടപ്പോ നമുക്കൊരു സ്വാഭാവികമായിട്ടും ഏത് മലയാളിയായാലും ഇപ്പം മിസ്റ്റർ അരുൺ പോലും ഇപ്പൊ ഒരു ഓണം പരിപാടിയാണ് യാദൃശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകുമ്പോ ഒരു ഓണത്തിന്റെ കാണാൻ വേണ്ട ഫോട്ടോ എടുക്കാൻ തോന്നൂലേ? അതെ അതെ അതെ. അത്തം കാണുമ്പോ അത് കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണം വരുമ്പോ ഒന്ന് അതല്ല, ഒപ്പിടാൻ ഫോട്ടോ പോയ എടുക്കണമെന്ന്. പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് എന്തോ അവര് സൗകര്യം ചെയ്തു തന്നു, അവരുടെ പിന്തുണയോടുകൂടി ചെയ്തു എന്ന് വരുത്താനാണ് ശ്രമിക്കുന്നത്. അതിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ വലിയ എന്തെങ്കിലും ഒരു സഹായം? ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് ഒരു പങ്കില്ല. ഒരു പോലീസുകാർക്കോ ഒരു ഉദ്യോഗസ്ഥർക്കോ ഇതിനകത്ത് പങ്കില്ല. അവരൊന്നും ഇത് അറിഞ്ഞിട്ടുമില്ല. ഈ സാധനം എടുക്കണം, ഈ ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം അവർ ശ്രദ്ധിച്ച പോലുമില്ല. അവർ കണ്ടിട്ടുമില്ല. അവരെല്ലാം അകത്തുള്ള സ്റ്റേഷൻ ഡ്യൂട്ടിയിൽ നിൽക്കാൻ. ഏറ്റവും തിരക്കുള്ള സ്റ്റേഷനാണ് മ്യൂസിയം സ്റ്റേഷൻ. അറിയാലോ, ഓരോ വിഷയങ്ങളും ഓരോ ഇത് അവർ ഓണം ആഘോഷിക്കുന്ന പോലെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. അപ്പൊ ഇത് പിന്നെ സ്റ്റേഷന്റെ അതുമല്ല, കോമ്പൗണ്ടിന് പുറത്ത്. കോമ്പൗണ്ടിന്റെ പുറത്താണ്, സ്റ്റേഷനകത്തല്ലത്. സ്റ്റേഷനകത്താണ് നമ്മളങ്ങനെ. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഊഞ്ഞാലാടി എന്താണ് അതിൽ തെറ്റ് സംഭവിക്കാൻ പോകുന്നത്? ഞാൻ ചോദിച്ചിട്ട് നമ്മൾ സമരമുഖങ്ങളിൽ നിന്നുള്ള സഹാക്കളാണ്. അല്ല പിടിച്ചുപറിയും മോഷണവും വിലാസം ചെയ്ത കേസിലെ പ്രതികളല്ല നമ്മളാരും. ജനങ്ങൾക്ക് ശല്യമായിട്ടുള്ള ആളുകളല്ല. സമരമുഖങ്ങളിലാകുമ്പോൾ സമരങ്ങളിൽ പല പ്രക്ഷോഭ രീതികളും കാണും, അറിയാമല്ലോ. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും. അപ്പൊ അതിനെ വക്രീകരിച്ച് എന്താണ് അതിൽ കൂടുതലും BJPക്കാണ് ഏറ്റവും കൂടുതൽ ഇത് വർഗീയതയാണല്ലോ ഒരു പ്രധാന വിഷയം. ഇത് ഗുജറാത്ത് അല്ല, ഇത് കേരളമാണ്. അത് ആലോചിക്കണം.